പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ 77-ാമത്തെ വചനമായി പറഞ്ഞ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് അഹ്ലു കിതാബിനെയാണ്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അഹ്ലൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരു വിട്ടുപോകരുത്, ഗൈറൽ ഹക്ക്, യാതൊരു അർഹതയുമില്ലാതെ, സത്യമായ രീതിയിലല്ലാതെ, വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് പിഴച്ചുപോയ ഒരു സമൂഹത്തിൻ്റെ, ഒരു ഖൗമിൻ്റെ ഇച്ഛകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റിപ്പോകരുത്. വളല്ലൂ കസീറൻ, അവർ ധാരാളം ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ട്. വളല്ലൂ അൻ സവാഇ സബീൽ, അതിൻ്റെ ഫലമായി അവർ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിട്ടുമുണ്ട്. ഖുർആൻ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അഹ്ലു കിതാബിനോടാണെങ്കിലും അത് എല്ലാവർക്കും ബാധകമായ ഒരു കാര്യം തന്നെയാണ്. അഹ്ലു കിതാബ് അഥവാ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തിൽ രണ്ട് തലങ്ങളിൽ അതിരുവിട്ടവരായിരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ മഗ്ലൂബുകളാണ്, കോപ്പിക്കപ്പെട്ടവരാണ്, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരാണ്, ശാപത്തിന് വിധേയമായവരാണ് എന്ന് പറയുകയുണ്ടായി. കാരണം അവർ ആചരിച്ചിരുന്ന മതം അത് മതത്തിൻ്റെ യാതൊരു തത്വങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നില്ല. അവർക്ക് തോന്നിയ പോലെ ജീവിതത്തെ ആസ്വദിക്കുന്ന രീതിയിൽ അതിനനുസൃതമായി മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മതമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. തോന്നിയ പോലെ ജീവിക്കുന്നതും മതമായി കണക്കാക്കിയ ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ക്രിസ്ത്യാനികളാണ്. അവർ മതത്തിൽ അനുവദിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കുറേ കാര്യങ്ങൾ അത് സ്വയം നിഷിദ്ധമാക്കി അത് പുണ്യമാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ അടിത്തറയിൽ മതത്തെ കൊണ്ടു നടന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള സംഗതികൾ, അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരോഹിത്യം രൂപപ്പെടുകയും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ പൗരോഹിത്യത്തിലേക്ക് പോവുകയും ചെയ്ത് പാതയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ, അവരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ളാല്ലീങ്ങൾ എന്നാണ്. നേർപാതയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. മുസ്ലിങ്ങളോട് പറയുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും, നിങ്ങൾ ഈ മഗ്ലൂബുകളുടെയും കോപ്പിക്കപ്പെട്ടവരുടെയും തെറ്റിപ്പോയവരുടെയും മാർഗത്തിൽ അകപ്പെട്ടു പോകരുതേ എന്ന് നിത്യവും 10-17 പ്രാവശ്യം ഫാത്തിഹയിലൂടെ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ ഈ ജൂത ക്രിസ്ത്യാനികളായ ആളുകളുടെ മതത്തിൻ്റെ രണ്ടു തലങ്ങളിലുള്ള തീവ്രത, അല്ലെങ്കിൽ മതത്തിൻ്റെ രണ്ടു തലങ്ങളിൽ തെന്നിപ്പോയ ആളുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു മധ്യമ നിലപാടിലാണ്, ഒരു മധ്യമ രീതിയിൽ. മനുഷ്യനെ ഏത് കാര്യങ്ങൾ ഇസ്ലാമിൽ ഏത് എടുത്തു നോക്കിയാലും നമുക്കതിൽ കാണാൻ കഴിയുന്ന സംഗതി അത് വളരെ മധ്യമമാണ്. കാരണം ഇനി മനുഷ്യൻ എടുത്തു നോക്കിയാൽ മനുഷ്യൻ, അവൻ ശരീരവും അതുപോലെ ആത്മാവും കൂടിയതാണ് മനുഷ്യൻ, രണ്ടും കൂടിയതാണ് മനുഷ്യൻ. അതിൽ ശരീരത്തെ മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരെന്ന് പറയുന്നത്. ശരീരപ്രധാനമായ ജീവിതം, ആ രീതിയിൽ അതല്ല ഇസ്ലാം, ശരീരപ്രധാനമല്ല. എന്നാൽ ആത്മീയ വശങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത്. പൗരോഹിത്യ ജീവിതം എന്നത് ആത്മീയ വശങ്ങൾ, അവിടെ ശരീരത്തിനോ ഭൗതിക കാര്യങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് അതിൻ്റെ താത്വികമായ വശം. ആ രീതിയിൽ ജീവിക്കുന്നത് ഇസ്ലാം അങ്ങനെയല്ല. മനുഷ്യൻ അവന് ശരീരവുമാണ്, അവൻ്റെ ആത്മാവുമാണ്, അതിന് രണ്ടിനും ഉതകുന്ന രീതിയിലുള്ള ജീവിതം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി, മുസ്ലിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്
റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ മാത്രം ഹസനത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് ദുനിയാവിലും ഹസനത്ത് വേണം, നന്മ ഉണ്ടാകണം, സുഖമുണ്ടാകണം, സൗഖ്യമുണ്ടാകണം, നന്മയിലൂടെ ചലിക്കാൻ സാധിക്കണം. അതുപോലെ ആഖിറത്തിലും പ്രത്യേകിച്ച് നരകത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത്. ഫമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് തലങ്ങളും അതുപോലെ തന്നെയാണ്. ജീവിതത്തിന്റെ ഏത് വശങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ തീവ്രത എന്ന് പറഞ്ഞതില്ല. തീവ്രത എന്നാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു തലങ്ങളിലേക്ക് നീങ്ങിപ്പോകുക എന്നാണ്. മധ്യമ നിലപാടിൽ നിന്ന് ഏത് തലങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നതും തീവ്രതയാണ്. അതിനാണ് തീവ്രവാദം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇസ്ലാം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൽ പല കാര്യങ്ങളെ പറ്റിയും ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. യുദ്ധ സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ സമാധാനത്തിന്റെ സന്ദർഭങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തീവ്രതയായി മാറി. യുദ്ധവും ജിഹാദുമായി ബന്ധപ്പെട്ടത് തന്നെ ഇസ്ലാം എന്ന് വിചാരിക്കുമ്പോൾ അത് ഒരു തീവ്രതയിലേക്ക് വന്നു. അതല്ലെങ്കിൽ യുദ്ധവും ജിഹാദും അങ്ങനെ ഒന്നും ഇസ്ലാമിനൊന്നുമില്ല, മറിച്ച് ഇസ്ലാമിനുള്ളത് വെറും സമാധാന ജീവിതത്തിന്റെ, സമാധാന സന്ദർഭങ്ങളിലെ ജീവിതത്തിന്റെ രീതി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അതും തീവ്രതയുടെ മറ്റൊരു തലങ്ങളാണ്. അത് രണ്ടും കൂടിയതാണ്. ചില സന്ദർഭങ്ങൾ, യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ അത് ഇങ്ങനെയാകണം, സമാധാനത്തിന്റെ സന്ദർഭങ്ങളിൽ ഇങ്ങനെയാകണം. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ ആ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതിലേതെങ്കിലും ഒന്ന് എടുത്ത് ആ തലങ്ങളെ മാത്രം പൊലിപ്പിച്ച് അതിലേക്ക് നീങ്ങുന്നതാണ് ഇന്ന് ലോകത്ത് കാണുന്ന, ഇസ്ലാമിന്റെ പേരിൽ കാണുന്ന തീവ്രവാദങ്ങളുടെ മുഖ്യവും അധികവും ആ രീതിയിലാണ് പോകുന്നത്. ഇസ്ലാം പറഞ്ഞ കാര്യമായിരിക്കും, ഖുർആനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, റസൂലിനെ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. ജിഹാദിനെ പറ്റിയും അതുപോലെ തന്നെ യുദ്ധത്തെ പറ്റിയും മറ്റുള്ള ശത്രുക്കളുടെ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് മാത്രമല്ല ഇസ്ലാം പറഞ്ഞിട്ടുണ്ടാകുക, അതിന്റെ മറുഭാഗം കൂടി പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒന്ന് മാത്രം എടുക്കുക എന്നത്, അതും യഥാർത്ഥത്തിൽ ഖുർആന്റെ ഒരു ഭാഗം മാത്രം നിങ്ങൾ എടുക്കുകയും മറ്റൊരു ഭാഗം നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുകയാണോ എന്ന് ജൂത ക്രിസ്ത്യാനികളോട് പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ തീവ്രത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ മിതത്വത്തിലേക്ക്, ഏത് വിഷയത്തിലും മിതമായ രീതി, അതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് തീവ്രമായൊരവസ്ഥയെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കൾ ചില ആളുകൾ ഞങ്ങൾ ഇനി രാത്രി ഉറങ്ങൂല എന്നും നിസ്കാരം തന്നെ തീരുമാനിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിക്കണ പ്രശ്നമല്ല, അതൊക്കെ മനുഷ്യ ജീവിതത്തിലെ ഈ അള്ളാഹുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിയിരുന്നു. അപ്പോൾ റസൂലിനോട് ചില ആളുകൾ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പൊ നബി അദ്ദേഹത്തെ വിളിച്ചു, യാ അബ്ദുല്ലാ അലം മുഖ്ബർ അന്നക തസൂമുൻ നഹാർ വ തഖൂമുൽ ലൈൽ, അല്ല നിന്നെപ്പറ്റി ഞാൻ കേട്ടല്ലോ, നീ എല്ലാ ദിവസവും പകല് മുഴുവൻ നോമ്പും രാത്രി മുഴുവൻ നീ നമസ്കാരമാണ് എന്ന് എന്നെപ്പറ്റി മറ്റുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അത് ശരിയാണോ അബ്ദുള്ള എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അത് ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്, സും വഫ്തിർ, നീ നോമ്പ് നോറ്റോ, പക്ഷെ നോമ്പ് നോക്കാത്ത ദിവസങ്ങളും എന്റെ ജീവിതത്തിൽ വേണം. നോമ്പ് നോൽക്കുകയും വേണം, നോമ്പ് ഒഴിവാക്കുകയും വേണം. കും, നീ നിന്ന് നമസ്കരിച്ചോ, വനം, നീ ഉറങ്ങുകയും വേണം. വെറും നമസ്കാരം അല്ലെങ്കിൽ വെറും ഉറക്കം, നമ്മളതിന് മറുഭാഗം നോക്കണം. ചില ആളുകൾ നമസ്കാരം എന്ന് പറഞ്ഞ പരിപാടിയല്ല, വെറും ഉറക്കം, അതും ഇതിന്റെ ഒരു മറ്റൊരു ഭാഗമാണ്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞ പരിപാടിയേ അല്ല, വെറും എല്ലാ റമദാൻ മാസത്തിലടക്കം നോമ്പില്ലാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും.
അങ്ങനത്തെ ആളുകളുണ്ടാവും. അതൊക്കെ തന്നെയാണെങ്കിൽ അതില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ സന്ദർഭത്തിലും നിസ്കരിക്കുക, എപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുക. ഇത്തരം സംഗതികളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ലിജസദിക അലൈക ഹഖൻ, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യത ഉണ്ട്. റസൂലുള്ളാഹി വേറെ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യത ഉണ്ട്, നിന്റെ ഭാര്യമാരോട് അല്ലെങ്കിൽ നിന്റെ കുടുംബത്തോട്, നിന്റെ ഇണയോട് നിനക്ക് ബാധ്യത ഉണ്ട്, എല്ലാവരോടും ബാധ്യത ഉണ്ട്. ആ ബാധ്യതകളൊക്കെ നിർവഹിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഈ സുഹുദിന്, അതല്ലെങ്കിൽ എല്ലാം വിരക്തമായ ജീവിതം, വൈരക്ത ജീവിതം ഇസ്ലാമല്ലാത്ത എല്ലാ മതത്തിലും പുണ്യകർമ്മമാണ്. അല്ലെങ്കിൽ സ്വയം പീഡനം എന്നത് എല്ലാ മതത്തിലും പുണ്യകർമ്മമാണ്. ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ, ചില ആളുകൾ ഈ സീസൺ ആയാൽ നടന്ന് ഏതൊക്കെയോ ദൂര പ്രദേശങ്ങളിൽ നിന്ന് നടന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് അവര് മല കയറാനും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾ അവരുടെ ആരാധനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണാൻ കഴിയും. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാൻ സ്വയം ശരീരത്തെ പീഡിപ്പിച്ചെങ്കിലേ എനിക്ക് പുണ്യം ലഭിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ബസ്സും കാറും സൗകര്യവും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ അവര് വലിയ ദൂരം കിലോമീറ്ററുകൾ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്ന് കാല് പൊട്ടി പ്രയാസപ്പെട്ട് അങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ആളുകൾ തീരുമാനിച്ചു, ഞങ്ങൾ നടന്നാണ് ഇനി ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. കുറെ നടന്നപ്പോൾ അയാൾ ക്ഷീണിച്ചു. ആളുകളൊക്കെ അദ്ദേഹത്തിന് തലയിൽ വെള്ളമൊഴിക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനത്തെ ആ രീതിയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇതേ ഇങ്ങനെ ഒരു നേർച്ച വരുന്നതാണ്, നിങ്ങൾ തീരുമാനിച്ചതാണ്, നടന്ന് പോയി കണ്ട് ഹജ്ജ് ചെയ്യണം, അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രോഷാകുലനായി അദ്ദേഹത്തോട് പറഞ്ഞു, അവനോട് വാഹനം കയറി പോകാൻ പറയും, അള്ളാഹുവിന് അവന്റെ ഈ സ്വയം പീഡനത്തിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഇസ്ലാം മതത്തിന്റെ പ്രത്യേകതയാണ്. വേറെ മതങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ഹിന്ദു മതം നിങ്ങൾ എടുത്തു നോക്കൂ, ക്രിസ്തു മതം എടുത്തു നോക്കൂ, അതിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ശബരിമലയിലേക്ക് നടന്നു പോകുന്നത് കൂടുതൽ പുണ്യാണ്. ഇസ്ലാമിന് മക്കയിലേക്ക് നടന്നു പോകുന്നത് കൂടുതൽ പുണ്യമല്ല, അത് കുറ്റകരമാണ്. എല്ലാ സൗകര്യം ഉണ്ടായിട്ട് വെറുതെ ഇങ്ങനെ നടന്നു പോവുക, പ്രയാസപ്പെട്ട് നടന്നു പോവുക എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മനുഷ്യ പ്രകൃതിയോട് ഏറ്റവും യോജിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതാണ് ഒരു മധ്യമ നിലപാട്. എല്ലാ വിഷയങ്ങളിലും, ഏത് വിഷയത്തിലും ഒരു തീവ്രതയിലേക്ക് പോകുന്ന രീതി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഈ മധ്യമ നിലപാടാണ് ഉമ്മത്തൻ വസതൻ. നമ്മളൊരു വസതീയത്തിന്റെ ഉമ്മത്താണ് നമ്മൾ. മധ്യമ നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യമില്ലായ്മ ഇന്ന് പല സന്ദർഭങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. ഇന്ന് ലോകത്ത് നമ്മൾക്കറിയാം, ഈ തീവ്രത അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ വന്ന ഒരറ്റത്ത് വരുന്ന തീവ്രമായ ചിന്താഗതിയാണ് മുസ്ലിം ലോകത്തെ രണ്ടായി പകുത്തത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തുടർന്നു തന്നെ രണ്ടായി മുസ്ലിം ലോകം പകുക്കപ്പെട്ടു. അതാണ് ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത്. ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി അത് ഒരു മദ്ഹബിലെ തർക്കം പോലെയാണ്, ഷാഫി ഹനഫി ഹംബലി പോലെയുള്ള ഒരു തർക്കമാണ് എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. ചില ആളുകൾ വിചാരിക്കും, അപ്പൊ ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്ന പോലെയുള്ള കർമ്മശാസ്ത്ര തർക്കത്തിന്റെ കൂട്ടത്തിൽ ഒരു സെയ്ദി എന്ന പുതിയൊരു മദ്ഹബ്, അതാണ് ഷിയാക്കൾ എന്നാണ് പലരും ധരിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല. ഷിയാക്കൾ അല്ലെങ്കിൽ ഷിയാ വിശ്വാസം എന്ന് പറയുന്നത് അത് 100% ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ സഹിഹായ ഹദീസുകളുടെയും ഏറ്റവും ശരിയായ നിരാസമാണ് യഥാർത്ഥത്തിൽ ഷിയാ വിശ്വാസം. അത് തുടങ്ങിയത്, അതിന്റെ ഉപജ്ഞാതാവായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒക്കെ കാലഘട്ടത്ത് അബ്ദുല്ലാ ഇബ്നു സബ് എന്ന ഒരു ജൂതനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ചിന്ത ഉണ്ടായത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് അദ്ദേഹം ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു, യഥാർത്ഥത്തിൽ അലി ബിൻ അബി താലിബ് അല്ലേ ഈ നബിക്ക് ശേഷം ഖലീഫയാകേണ്ടത്? എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് ആയത്? അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ഉമർ റളിയല്ലാഹു അൻഹു വന്നത്, പിന്നെ ഉസ്മാൻ വന്നത്? ഇവിടെയൊക്കെ അലി തടയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി ബിൻ അബി താലിബ് തഴയപ്പെട്ടു.
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം രൂപീകരിച്ച ഒരു സിദ്ധാന്തമാണ് ഷിഅത്തു അലി. ഷിഅത്തു അലി എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് ഷിഅ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഷിഅത്തു അലി എന്ന് പറഞ്ഞാൽ അലിയുടെ കക്ഷി എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ മുതൽ പുതിയ സിദ്ധാന്തങ്ങളുമായി വന്നു. അങ്ങനെ അത് അങ്ങോട്ട് വളർന്നു വന്ന് പുതിയ പുതിയ രൂപം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെ അലി ബിൻ അബി താലിബ് മരിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു അലി ബിൻ അബി താലിബ് മരിച്ചിട്ടില്ല, അദ്ദേഹം മരിച്ചിട്ടില്ല, മരിക്കൂല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അവതാരമാണ് അലി ബിൻ അബി താലിബ് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അലി ബിൻ അബി താലിബിനെ പറ്റിയുള്ള അതിര് കവിഞ്ഞ തീവ്രമായ ധാരണകൾ വ്യക്തിപൂജയിൽ അടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഷിയായിസം എന്ന് പറയുന്നത്. ആ ഷിയായിസം എന്നത് ഈ ഷിയാ സിദ്ധാന്തം അതാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ കാണുന്ന രണ്ട് ധാരകള് ചേരിയായി കാണുന്നത്. അത് ഷിയ സുന്നി ചേരികളാണ്. അതിൽ ഷിയ വിഭാഗത്തിന്റെ നേതൃത്വവും ഷിയ വിഭാഗത്തിന്റെ രാഷ്ട്രീയമായ അടിത്തറയും ലഭിച്ചിരിക്കുന്നതാണ് ഇറാൻ എന്ന് പറയുന്നത്. സുന്നി വിഭാഗത്തിന്റെ രാഷ്ട്രീയമായ അടിത്തറ ലഭിച്ചിരിക്കുന്ന ഭാഗമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അതാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാകുന്ന ഈ വൈരം ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തെ ഏത് സന്ദർഭങ്ങളിലും ആ വിഷയത്തിൽ കാണുന്ന വ്യത്യാസം രണ്ട് ചിന്താധാരകൾ മാത്രമല്ല, രണ്ടു തരം ആദർശമാണ്. ഇതിൽ ഇസ്നാ ശരിയ എന്ന ഷിയാക്കളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഇറാൻ നേതൃത്വം നൽകുന്നത്. ഇസ്നാ ശരിയ വിഭാഗം. ഇസ്നാ ശരിയ എന്ന് പറഞ്ഞാൽ 12 ഇമാമുകളെ അംഗീകരിക്കുന്നവർ. അതായത് ഷിയാക്കളുടെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നെ ഈ ലോകത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യേണ്ടത് നബി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അലി ബിൻ അബി താലിബും അവരുടെ കുടുംബമാണ്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും അതിന് അർഹതയില്ല. അവരൊക്കെ ആ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബൊക്കെ അത് അനർഹമായി നേടിയതാണ്. ആ ആളുകൾക്ക് അവർ നൽകുന്ന പേരാണ് ഇമാം. അതാണ് ഇമാം. ഈ ഇമാമിനെ പറ്റി അവർക്കുള്ള വിശ്വാസം അവർ മഅസൂമീങ്ങളാണെന്ന്. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്തവരാണ്, പാപ്പ സുരക്ഷിതരാണ്. ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയെ പറ്റി വിശ്വസിക്കുന്ന അതേ വിശ്വാസമാണ് ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളിലുള്ളത്. അങ്ങനെ 12 ഇമാമുകളാണ് ഈ ലോകത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്നാ അശരിയ എന്നാണ് വിഭാഗത്തിന്റെ പേര്. ഇസ്നാ അശരിയ ഷിയാക്കളാണ്. 12 ഇമാമുകളാണ്. അതില് 12ാമത്തെ ഇമാമ് 878 ക്രിസ്താബ്ദം 878 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അസ്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹം മരിച്ചു എന്ന് ഇറാനിലുള്ള ഇസ്നാ ശരിയ വിഭാഗം ഷിയാക്കൾ ഇന്നും അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കണില്ല. അദ്ദേഹം മേഘപാളികൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമാം ഖുമൈനി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം അഖീദത്തുന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഓരോ ഇമാമുകളുടെയും ജനിച്ചതും മരിച്ചതുമായ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 12ാമത്തെ ഇമാമിന്റെ കോളത്തില് മരിച്ച വർഷം എന്നുള്ള സ്ഥാനത്ത് എഴുതിയിട്ടുള്ളത് സ്റ്റിൽ അലൈവ് എന്നാണ്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവരുടെ വിശ്വാസം. ഈ മേഘപാളികൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇമാമ് എന്നും ഇവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിനിധികളായി ഭൂമിയിൽ ഭരണം നടത്തുന്നവരാണ് ആയത്തുള്ളമാരും ഹുജ്ജത്തുള്ളമാരും എന്നാണ് അവരുടെ വിശ്വാസം. അതാണ് ആയത്തുള്ള, ഖുമൈനി, ഹുജ്ജത്തുള്ള എന്നൊക്കെ പറയുന്നത്. ആ സ്ഥാനം അതാണ്. അവര് മുജ്തഹിദുകൾ എന്ന പേരിലാണ് അറിയപ്പെടുക. അവരാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിനും അംഗീകാരം നൽകേണ്ടത്. 1908 ഇറാൻ ഭരണഘടന തയ്യാറാക്കിയപ്പോ അതിനെ മുജ്തഹിദുകൾക്ക് സമർപ്പിച്ചു. മുജ്തഹിദുകൾ പറയണം. അങ്ങനെ മുജ്തഹിദുകൾ പ്രഖ്യാപിച്ചു, ഇത് നമ്മുടെ മറഞ്ഞിരിക്കുന്ന ഇമാമ് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതായിരിക്കും ഇനി ഉണ്ടാവുക. അതുപോലെ വിപ്ലവാനന്തരം ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഭരണം വന്നപ്പോ അതും ഈ രീതിയിൽ അവരുടെ മറഞ്ഞിരിക്കുന്ന ഇമാമ് അത് അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ എതിർക്കുക എന്നത് തീർച്ചയായും ഇമാമിനെ എതിർക്കുന്നതിന് തുല്യമാണ് എന്നവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തോടു കൂടിയാണ് ഇനി ആ ഇമാമ് ലോകാവസാനത്ത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇവിടെ വലിയ സമാധാനത്തിന്റെ വലിയ ഒരു ഭരണം അദ്ദേഹം ഇവിടെ കൈയാളും.
അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. അദ്ദേഹത്തെ പറ്റി മഹ്ദി എന്ന പേരിൽ അദ്ദേഹം തിരിച്ചു വരും. ഇടക്കാലത്തൊക്കെ പലപ്പോഴും മഹ്ദി എന്ന പേരിൽ പലരും വരാറുണ്ട്. മഹ്ദി എന്ന ഒരു വരുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിഹായ ഹദീസുകളിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ മഹ്ദി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇമാം തിരിച്ചു വരുന്നതാണ് എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആ മഹ്ദിയെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന പേര് മുഹമ്മദുൽ മുൻതദർ എന്നാണ്. മുഹമ്മദുൽ മുൻതദർ അഥവാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഇമാം എന്നാണ് അവരത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഇവിടെ ഈ ഭരണം നടത്തുക. അതാണ് ഷിയാഹിസത്തിന്റെ അടിത്തറയായി നിലനിൽക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തെ പരിശുദ്ധ ഖുർആനോ അതല്ലെങ്കിൽ തിരുസുന്നത്തോ അതിനൊരിക്കലും കൂടെ നിൽക്കുന്നില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇന്റെ വിശ്വാസം ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട സംഗതികൾ മാത്രമേ മതമായി അംഗീകരിക്കാൻ പറ്റൂ. അതാണ് സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇവിടെ നമുക്കറിയാം, യമനിൽ ഇന്ന് രൂക്ഷമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹൂത്തി എന്ന് പറയുന്ന വിഭാഗം, ഹൂത്തി എന്ന് പറയുന്നത് യമനിലെ സെയ്ദി ഷിയാക്കളാണ്. ഷിയാക്കളിൽപ്പെട്ട ഷിയ സുന്നി സംഘടനമായ യഥാർത്ഥത്തിൽ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് യമനിൽ ഭരിച്ചുകൊണ്ടിരുന്ന സുന്നി വിഭാഗത്തെ എതിർത്തുകൊണ്ട് ഹൂത്തി വിഭാഗത്തിൽപ്പെട്ട അഥവാ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിപ്ലവം കൊട്ടി പുറപ്പെടുകയും അതിന് ഇറാന്റെ സഹായത്തോടു കൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ ഭരണത്തിന്റെ സ്വാധീനം അവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭത്തിൽ സുന്നി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്കാണ് സൗദി അറേബ്യ അതിലിടപെടുന്നത്. സൗദി അറേബ്യ ഇടപെടുന്നതിന് വേറെയുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി പങ്കിടുന്നത് യമനാണ്. ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് യമൻ. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. പത്രങ്ങളിലൊക്കെ നമ്മൾ ഹൂത്തി എന്ന് പറയുന്ന പദം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഷിയാക്കള്, മറ്റുള്ള ആളുകൾ അത് സുന്നികളും, അവർ തമ്മിലുള്ള കാര്യങ്ങളാണ്. ആദർശപരമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പത്രങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്നാണ്, മുസ്ലിങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ചേരിപ്പോരാണ് എന്നും അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു രീതിയാണ് എന്ന് സാധാരണ പോലെ നമ്മൾ ധരിക്കേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞതിന് ശേഷം നിരന്തരമായി നടക്കുന്ന സുന്നി ഷിയ സംഘട്ടനത്തിന്റെയും ആദർശ പോരാട്ടത്തിന്റെയും ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് സാമാന്യമായി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ തീവ്രമായ അലി ഇബ്നു അബീ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തിപൂജയും തീവ്രമായ വിശ്വാസവും ഇസ്ലാമിൽ നിന്ന് അപ്പുറത്തുള്ള വിശ്വാസമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഖലീഫയാണ്, 4ാം ഖലീഫയാണ്, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ പുത്രനാണ്, വളരെ ഉന്നതനായ ഏറ്റവും പ്രമുഖനായ സഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട 4ാം ഖലീഫയാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു ദൈവത്തിന്റെ പരിധിയിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നത് അത് തീവ്രതയാണ്, അത് തീവ്രവാദമാണ്. ആ തീവ്രവാദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സംഘടനകൾ പോലെയുള്ള സംഗതികൾ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്ന ഏത് വിഷയത്തിലും കാണിക്കുന്ന ഈ മിതത്വത്തിന്റെ പാത നമ്മൾ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം. അത് ആ ഒരു ചിന്തയും കാര്യങ്ങളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അതിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. പത്രങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ഈ ഹൂത്തികളുടെ ഷിയാക്കളുടെ ക്യാമ്പിൽ പിടിക്കപ്പെട്ടതായി പത്രങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്. യമൻ പ്രദേശത്ത് പോയി മതപഠനം എന്നത് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിൻ്റെ പ്രത്യേകത അത് മതം എവിടെ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്, അതിൻ്റെ സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ നമുക്ക് പൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഒരാൾക്ക്
ഇസ്ലാമിക ഭരണവും ഭരണ സംവിധാനമൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ഇതൊരു അമുസ്ലിം രാഷ്ട്രത്തിലാണ്. ഈ ഒരു അമുസ്ലിം രാഷ്ട്രത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മതം പ്രബോധനം ചെയ്യാനും മതത്തിന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കാനും എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു മഹത്തായ ഭരണഘടന ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ നാട്. ഈ ഭരണഘടനയും സംവിധാനവും ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ അറിവില്ലാത്ത ആളുകൾക്ക് അറിവെത്തിച്ചു കൊടുക്കുകയും അവർക്ക് സത്യം, ഇസ്ലാമിന്റെ സത്യപാതയും സത്യവും നേരും അവരെ പ്രബോധനം ചെയ്ത് അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് മാതൃകയായി ജീവിച്ചുകൊണ്ട് അവർക്ക് സത്യത്തിന്റെ പാത ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം അത് മതത്തിന്റെ പേരിൽ നടത്താൻ പരിശുദ്ധ ഇസ്ലാം നമ്മോട് ഏതായാലും പറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാം നമ്മളോട് പറയുന്നില്ല. നമ്മുടെ ബാധ്യത, നമുക്ക് ചുറ്റും എത്ര അമുസ്ലിം സഹോദരന്മാരുണ്ട്, നമുക്ക് ചുറ്റും എത്ര ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത മുസ്ലിങ്ങളുണ്ട്, അവർക്കൊക്കെ സ്വർഗം പോകണ്ടേ? അവരെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അതിനി വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ നാട്ടിലേക്ക് കയറി വരുമോ? ഇന്ത്യ രാജ്യത്തേക്ക് ഇനി മറ്റു നാടുകളിൽ നിന്ന് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേറെ കുറെ ആളുകൾ വരുമോ? ഇസ്ലാമിനെ പറ്റി ഈ അമുസ്ലിം രാജ്യത്ത് ഇവിടെ ഇസ്ലാമിനെ പറ്റി ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇവിടുന്ന് നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാൽ വേറെ നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമോ? ഇല്ല. നമ്മൾ തന്നെയാണ് ഈ നാട്ടിൽ ആളുകൾക്ക് സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു കൊടുക്കേണ്ടത്. അതെങ്ങനെ പ്രചരിപ്പിച്ചു കൊടുക്കണം? ഖുർആനും സുന്നത്തും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, സമാധാനത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ജീവിതം അതിന് സാക്ഷിയാകണം. അങ്ങനെ നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ നമ്മളെ കണ്ട് മനസ്സിലാക്കി അവർക്ക് ഇസ്ലാം പഠിക്കണം. അങ്ങനെയാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളായി മാറിയത്. ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ അമുസ്ലിങ്ങളുടെ ഒരു നാടായിരുന്നല്ലോ ഇവിടെ മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഏതാനും ആളുകൾ കച്ചവടക്കാരായി കേരളക്കരയിലേക്ക് എത്തിയത് വിരലിലെണ്ണാവുന്ന ആളുകളാണ്. ആ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇവിടെ ഈ നാട്ടിൽ വന്ന് ഇസ്ലാമിനെ പറ്റി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ മാന്യമായി ജീവിച്ചു. അത് കണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് മക്കളെ കെട്ടിച്ചു കൊടുത്ത അമുസ്ലിങ്ങളായ ആളുകൾ, അതിലൂടെ തലമുറകൾ ഉണ്ടായി. അങ്ങനെയൊക്കെയല്ലേ നമ്മളൊക്കെ മുസ്ലിങ്ങളായി വന്നത്? നമ്മളെയൊക്കെ 3, 4, 5, 6 തലമുറ പിന്നോട്ട് പോയി നോക്കിയാൽ അവരൊക്കെ അമുസ്ലിങ്ങളായിരുന്നവരായിരിക്കും. അപ്പൊ അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ഈ നാട്ടിൽ ജീവിച്ച് ഇവിടെ തന്നെയാണ്. ഈ ഒരു ചിന്ത, ഇതിനപ്പുറത്ത് ഈ നാട്ടിൽ നമ്മൾക്ക് ഇതിനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ ഇതല്ല നമ്മളുടെ ബാധ്യത എന്നൊക്കെ വിചാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തീവ്രമായ വഴിതെറ്റിയ ചിന്തയുടെ ഭാഗമാണ്. അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ യുവാക്കളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് അതിന് ആ രീതിയിൽ ജീവിക്കണം, അതിന് പറ്റുന്ന നാടാണ് എന്നതിന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂസുഫ് അലൈഹിസ്സലാം ജീവിച്ചിരുന്ന നാട്ടിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, യൂസുഫ് അലൈഹിസ്സലാം ഒരു നാടിന്റെ ധനകാര്യമന്ത്രിയായി ജീവിച്ച ഈജിപ്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു മുസ്ലിമും ഇല്ല. യൂസുഫ് അലൈഹിസ്സലാം മാത്രം അദ്ദേഹം അവിടെ ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ആ നാട്ടിന്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് അവിടെ ഒരു അമുസ്ലിം രാജാവിന്റെ കീഴിൽ ധനകാര്യ മന്ത്രിയായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ച് അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മെപ്പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ മാതൃകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഇവിടെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് ശരിയായ അർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത ഈ രാജ്യത്ത് പല സന്ദർഭങ്ങളിലും പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രചരണത്തിന്റെ പല വഴികളും ഒക്കെ തീവ്രതയിലേക്ക് പോയതാണ്. സമാധാനമാണ് നമുക്ക് ആവശ്യം. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ മതം ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. സമാധാനത്തിന്റെ സന്ധി ഉണ്ടായതിനു ശേഷം ഇസ്ലാം മതം ഒരുപാട് വളർന്ന് പന്തലിച്ചു പോവുകയുണ്ടായി. സംഘർഷവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷവും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും മതം അത് മുന്നോട്ട് പോകാൻ
അതിന് തടസ്സമാകും. സമാധാനത്തിന്റെ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് അന്നത്തെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. സന്ധി ഉണ്ടായപ്പോ മുസ്ലിങ്ങളായ ആളുകൾ അവരുടെയൊക്കെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും വാപ്പിയും ഒക്കെ മുസ്ലിങ്ങളാണല്ലോ. അവര് മക്കത്ത് നിന്ന്, അവര് കുടുംബത്തിൽ നിന്ന് അവർ മാത്രം ഇസ്ലാം മതം വിശ്വസിച്ച് മദീനത്തേക്ക് വന്നതാണ്. പക്ഷേ ഹുദൈബിയ സന്ധി ഉണ്ടായി. തമ്മിൽ നമ്മൾ ഇനി ഒരു സംഘർഷം വേണ്ട, സംഘട്ടനം വേണ്ട എന്ന് തീരുമാനിച്ച സന്ദർഭത്തിൽ ഇവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. അവരമ്മാരെ കണ്ടു, ഉപ്പാരെ കണ്ടു, സഹോദരന്മാരെ കണ്ടു, സഹോദരിമാരെ കണ്ടു, നല്ല രീതിയിൽ വർത്തിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി. അങ്ങനെ ധാരാളം ആളുകൾ ഇവർ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി. കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, കുറെ ആൾക്കാർ വന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് വളർച്ചയുണ്ടായത് ഈ സമാധാനത്തിന്റെ സന്ധി അവിടെ നിലനിന്നപ്പോഴാണ്. അപ്പൊ നമ്മുടെ നാട്ടില് സമാധാനം നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ രീതി. അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. രാഷ്ട്രീയം നമ്മൾക്ക് ഭരണവും ഭരണകൂടങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നാട്ടിൽ സമാധാനം ഉണ്ടാകണം. എന്നാൽ നമുക്ക് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇതാണ് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ, മതപരമായി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിന്ന് ഈ യമനിൽ കുടുങ്ങി നിൽക്കുന്ന നമ്മുടെ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാനും ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.